ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾ വീട്ടിൽ ചെറുനാരങ്ങ മേടിക്കാറില്ലേ? കേടുവന്ന ചെറുനാരങ്ങ ലെമൺ ഉണ്ടാക്കിയ തൊലിയൊക്കെ കളയാറാണോ പതിവ്? പക്ഷേ കളയണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ കുക്കർ കണ്ട കരിഞ്ഞ കുക്കറാണ്. പക്ഷേ അത് നല്ല വരച്ച് കഴിഞ്ഞ് നല്ലതുപോലെ നിറച്ച് പുതിയതുപോലെ ഉണ്ടാവും. അത് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയണ്ടേ? ആദ്യം നമ്മൾ ദിവസം കിട്ടുന്ന ചെറുനാരങ്ങ കേടുവന്നതും അതിൻ്റെ തൊലിയൊക്കെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കുക. ഓരോ ദിവസത്തെ ഇട്ട് വെച്ച് 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതെടുക്കുക, ഒരു തൊണ്ട് ചെറുനാരങ്ങയുടെ അതിൻ്റെ വെള്ളം 2-3 തുള്ളി ലിക്വിഡ് ഒഴിച്ചിട്ട് സ്റ്റീലും കൊണ്ട് കുക്കറിൻ്റെ ഏത് പാത്രത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ല തേച്ച് കഴിയുന്നത് നല്ലപോലെ വൃത്തിയായി കിട്ടും. അപ്പോൾ അതെൻ്റെ കുക്കർ കണ്ടില്ല പുതിയതുപോലെ വെട്ടി തിളങ്ങണ്. അതുപോലെ തന്നെയാണ് ചായ വെക്കണത്, പാലും ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ച കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വേഗത്തിൽ പോകാൻ എന്താ ചെയ്യുക, ഇതേപോലെ ചെറുനാരങ്ങയുടെ തൊണ്ടും ഇത്തിരി ലിക്വിഡ് ഒഴിച്ചിട്ട് സ്റ്റീൽ കൊണ്ട് വരച്ചിട്ട് നല്ല വെട്ടി തിളങ്ങും. ഇത് പാത്രം കഴുകുക മാത്രമല്ല, നമ്മൾ സിങ്ക് കഴുകുക, അതുപോലെ സ്റ്റീൽ പൈപ്പുകൾ എല്ലാ പൈപ്പും കഴുകുക. പിന്നെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ ഈ ലിക്വിഡ് ഒഴിച്ച് കഴിയുന്ന നല്ല നിറം വെക്കും. ചിലവർ ഉപ്പ് അപ്പസോടൊക്കെ ഇട്ട് നാരങ്ങ വേവിച്ചിട്ട് അതിലിട്ടിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഞാൻ വെറും വെള്ളത്തിലാണ് ഇട്ട് വെക്കാറ്. നല്ല വൃത്തിയായി കിട്ടും. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.